രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. ഇതിന് അവസരമൊരുക്കി തന്ന പ്രിയ കർത്താവിൻ്റെ ദാസന്മാരോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയും വിനയത്തോടെ പ്രകാശിപ്പിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തെ ആധാരമാക്കി ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും നമ്മിലും എന്നിലും ഉണ്ടായിരിക്കട്ടെ എന്ന ചിന്താവിഷയത്തെ അധികരിച്ച് നാം ദൈവവചനം കേട്ടും പഠിച്ചും വരുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ രാത്രിയിലും നാം ത്യജിപ്പാൻ കഴിയാത്ത വിശിഷ്ട സ്വഭാവമുള്ള നമ്മുടെ സ്രഷ്ടാവും സ്വയം സ്ഥിതനുമായ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിവിധ സ്വഭാവത്തിൻ്റെ വശങ്ങളെക്കുറിച്ച് വളരെ ശാന്തമായി ആധികാരികമായി കേട്ടുവല്ലോ. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയത്, ഓവർസിയർ വീണ്ടും ഓർപ്പിച്ചത് നാം ഓർക്കുന്നുണ്ടല്ലോ. നാം അറിയുന്നത് പോലെ ലോകത്തിന്റെ താളം തീർച്ചയായും തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർപ്പിക്കണം എന്നെനിക്കൊരു ചിന്തയുണ്ടായി. സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിച്ചു. ഒരു ഭക്തൻ ചോദിച്ചു, എന്തുകൊണ്ടല്ല ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിച്ചത്? എന്തുകൊണ്ടാണെന്നല്ല, എന്തുകൊണ്ടല്ല. അദ്ദേഹം അതിന് 2 ഓപ്ഷൻ തന്നു. പാപികൾ പെരുകിയത് കൊണ്ടാണോ, അതോ നീതിമാന്മാരുടെ കുറവ് കൊണ്ടാണോ സൊദോം ഗൊമോറയെ നശിപ്പിച്ചത്? നമുക്കറിയാം, പാപികളുടെ എണ്ണം പെരുകിയത് കൊണ്ടല്ല, പ്രത്യുത നീതിമാന്മാരുടെ എണ്ണം കുറഞ്ഞു പോയതായിരുന്നു സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ കാരണം. എന്ന് പറഞ്ഞാൽ, ഒരു പ്രാദേശിക സഭയെയോ ഒരു കുടുംബത്തെയോ ഒരു കുലത്തെയോ ഒരു രാജ്യത്തെയോ ലോകത്തെ മൊത്തമായി തന്നെയോ നിലനിർത്തേണ്ടതിന്, അതിന്റെ സന്തുലിതാവസ്ഥയെ സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിന്റെ കണക്കിൽ ഈ ഭൂമിയിൽ നീതിമാന്മാരുടെ ഏതോ ഒരു സംഖ്യയുണ്ട്. അതെത്രയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ സംഖ്യ നീതിമാന്മാരുടേതുണ്ടെങ്കിൽ അവർ നിമിത്തം താളം തെറ്റിയ ലോകത്തിൽ പോലും ദുഷ്ടന്മാരെ ഇവർ നിമിത്തം ദൈവം സൂക്ഷിക്കും. എന്നാൽ ദൈവത്തിന്റെ എക്കാലത്തുമുള്ള ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ആ ലോകത്തിന്റെ, രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ, പട്ടണത്തിന്റെ ഒക്കെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുവാൻ പര്യാപ്തമായ നീതിമാന്മാരുടെ സംഖ്യ വേണ്ടതിലും താണുപോയാൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ദുഷ്ടന്മാരോടുകൂടെ ഈ നീതിമാന്മാരെ നശിപ്പിക്കുകയില്ല. പ്രത്യുത സൊദോം ഗൊമോറയിൽ ചെയ്തതുപോലെ എണ്ണത്തിൽ കുറവായിരുന്ന നീതിമാന്മാരെ ദൈവം തന്റെ ശിക്ഷാവിധി അയക്കുന്നതിന് മുമ്പ് അവിടെ നിന്നും വലിച്ചു പുറത്തു കൊണ്ടുപോയി ദൈവത്തിന്റെ ദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പട്ടണത്തിൽ പാർക്കുന്നിടത്തോളം ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതെ, ഈ ലോകത്തിന്റെ താളം തെറ്റിയെങ്കിൽ മറ്റൊരു താളം നാം കേൾക്കുന്നുണ്ട്. നീതിമാന്മാരുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് അല്പസംഖ്യകരായി ന്യൂനപക്ഷമായി താണുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരെ എത്രയും പെട്ടെന്ന് ദൈവകോപം ലോകത്തിൽ പകരുന്നതിന് മുമ്പ് തന്റെ കാഹളത്താൽ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നീട് ഈ താളം തെറ്റിയ ലോകത്തിൽ ദൈവം തന്റെ ക്രോധത്തെ പകരും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ താളം തെറ്റിത് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് പറന്നു പോകുവാൻ കാലമായി എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മണവാളൻ അവന്റെ വീട്ടിലേക്ക് പോയി. എല്ലാ ദിവസവും അവൻ രാത്രിതോറും അവൾക്ക് ഫോൺ ചെയ്യും. ആഴ്ചതോറും അവളുടെ ഫോൺ ഈ മണവാളൻ ചെറുക്കൻ റീചാർജ് ചെയ്ത് കൊടുക്കും. പ്രത്യേക സമയങ്ങളിൽ അവൾക്കും അവളുടെ വീട്ടുകാർക്കും വേണ്ട തുണിയും ആഹാര സാധനങ്ങളും ഒക്കെ ഇഷ്ടാനുസരണം കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ സഹോദരിമാരെ, അങ്ങനെ
വിവാഹ നിശ്ചയത്തിന് ശേഷം തിരികെ അവന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മണവാളന്റെ പ്രവൃത്തിയിൽ നിങ്ങൾ ഏറെക്കാലം സന്തുഷ്ടരായിരിക്കുമോ? ഞാൻ കരുതുന്നു സന്തുഷ്ടരായിരിക്കുകയില്ല. ചില ദിവസങ്ങൾക്ക് ശേഷം ഫോൺ വരുമ്പോൾ ചോദിക്കും, അല്ല, എന്താണ് താങ്കളുടെ ലക്ഷ്യം? എന്നും ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതിയോ? ഫോൺ റീചാർജ് ചെയ്താൽ മാത്രം മതിയോ? ഫോണിൽ കൂടെ 2 ദിവസം സംസാരിച്ചില്ലെങ്കിലും കുറെ നാളത്തേക്ക് എനിക്ക് ഫോണിന് കാശ് തന്നില്ലെങ്കിലും എന്നെ ചേർക്കുവാൻ എന്നാണ് വരുന്നത്? അങ്ങനെയെങ്കിൽ പ്രിയരെ, എന്നെയും നിങ്ങളെയും വിവാഹ നിശ്ചയം ചെയ്ത് തന്റെ ഭവനത്തിലേക്ക് പോയ മണവാളൻ എന്നും എനിക്കും നിങ്ങൾക്കും വല്ല ദാനങ്ങളും തരുന്നത് ആസ്വദിച്ചുകൊണ്ട് ഇവിടെ കഴിയുവാനല്ല. പ്രത്യുത എനിക്കും നിങ്ങൾക്കും ഒരു വാഞ്ച വേണം. ഞാൻ ചോദിക്കുന്ന ദാനങ്ങൾ നീ തന്നില്ലെങ്കിലും സാരമില്ല, ആത്മമണവാള, എന്നെ ചേർക്കുവാൻ നീ വരണമേ. Praise the Lord. Praise the Lord. ഈ ദിവസങ്ങളിൽ ദൈവം എനിക്കും നിങ്ങൾക്കും തരുന്ന സൗഖ്യം എന്ന ദാനമോ, എനിക്കും നിങ്ങൾക്കും ദൈവം നൽകുന്ന ജോലി എന്ന ദാനമോ, വീടോ വണ്ടിയോ എന്ന ദാനമോ, വിദേശ യാത്രകളോ വിദേശ പാർപ്പിടമോ, ഇതൊന്നും കൊണ്ട് നാം തൃപ്തരാകാതെ ആത്മമണവാളനോട് ഉള്ളുരുകി ഒന്ന് ചോദിച്ചു നോക്ക്, കർത്താവേ, ഈ രാത്രിയിൽ നീ വരുമെന്നാ ഞാൻ കാത്തിരുന്നത്. പക്ഷേ പ്രഭാതത്തിൽ നാം എഴുന്നേൽപ്പാൻ കഴിയുന്നുവെങ്കിൽ സ്തോത്രം പറയുന്നതിനോടൊപ്പം ഒരു പരാതിയും കൂടെ പറ. മറ്റൊന്നല്ല, കഴിഞ്ഞ രാത്രി നിന്റെ കാഹളം കേൾക്കും. ബെഡ് കോഫി വേണ്ടാത്ത രാജ്യത്തിൽ നിന്നോടുകൂടെ ഞാൻ ആയിരിക്കുമെന്ന് ഞാൻ കാത്തിരുന്നു. നീ വന്നില്ലല്ലോ. താമസമെന്തേ നാഥ, നീ വരുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ആത്മമണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ 92ാമത്തെ ദൈവസഭയുടെ സമ്മേളനം അങ്ങനെയുള്ള ആത്മമണവാളന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്ന ചില വിശുദ്ധ കന്യകമാരെ ഒരുക്കിയെടുക്കുന്ന ഒരു യോഗമായി തീരട്ടെന്ന് ഞാൻ ആശംസിക്കുക കൂടെ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നമുക്കതാണ് ആവശ്യം. ദൈവമായതിന് നമ്മെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് തന്നെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ വിശാലമായ ഒരു വിഷയമാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം. നമ്മുടെ ചിന്താ വിഷയത്തിന്റെ അതേ വാക്യത്തെ തന്നെ ആധാരമാക്കിക്കൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ചില വസ്തുതകൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എന്റെ ഹൃദയത്തിൽ പറയുവാൻ പ്രകാശിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുവാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും കൂടെ കർത്തൃസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ തന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിച്ച ദൈവസഭയാണല്ലോ ഫിലിപ്പിയിലുള്ള ദൈവസഭ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 357 വർഷം മുൻപ്, അതായത് BC 357, അക്കാലത്ത് മഹാനായ അലക്സാണ്ടറിന്റെ പിതാവായ മക്കദോന്യക്കാരൻ ഫിലിപ്പ് സ്ഥാപിച്ചതും തന്റെ പേരിനാൽ തന്നെ താന് വിളിച്ചതുമായ പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം. ഏതാണ്ട് 300 ചില്ലുവാനം മൈലുകൾ റോമിൽ നിന്നും ദൂരെയാണെങ്കിലും റോമിന്റെ എല്ലാവിധമായ അവകാശങ്ങളും ആസ്വദിച്ചിരുന്ന ഒരു പട്ടണം. നമുക്കതിനെ കുറിച്ച് അറിയാം. യൂറോപ്പിലെ ആദ്യ സുവിശേഷീകരണവും ആദ്യ സഭയുമൊക്കെയായി ആ ഫിലിപ്പിയ സഭ അവിടെ വളർന്നു വന്നു. പശ്ചാത്തലം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ കാണുവാനും സാധിക്കുന്നുണ്ട്. ആ ദൈവസഭ ചില വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 60കളിൽ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ പൗലോസ് അങ്ങോട്ട് ആവശ്യപ്പെടാതെ പൗലോസിന് ഭൗമികമായ കൂട്ടായ്മ കാണിച്ചു. അത് പരിഗ്രഹിച്ച ശേഷം അത് കൊണ്ടുകൊടുത്ത എപ്പഫ്രോദിത്തോസിന്റെ പക്കൽ തന്നെ ഒരു റെസിപ്റ്റ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു താങ്ക്സ് ഗിവിംഗ് ലെറ്റർ, ഒരു നന്ദി കത്ത് എഴുതി കൊടുത്തതാണ് ഈ ഫിലിപ്പ് ലേഖനം. അത് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. 4-10 മുതൽക്കുള്ള ഭാഗങ്ങൾ അത് വ്യക്തമാണ്. അങ്ങനെ എഴുതിയ കൂട്ടത്തിൽ പൗലോസിന്റെ ഹൃദയവേദന കൂടെ ആദ്യ അധ്യായത്തിൽ താൻ പങ്കുവച്ചു. ഈ ഫിലിപ്പിയ ലേഖനത്തെ പൊതുവെ ചിന്തകന്മാർ 4 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് 4ആയിട്ട് തന്നെ തിരിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ദ പേർപ്പസ് ഓഫ് ലൈഫ്,
ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന 1:21 തൊട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാ. 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ദ പാറ്റേൺ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ശൈലിയാ. അതാണ് നമ്മുടെ ചിന്താവിഷയം 2:5 ദ പാറ്റേൺ. 3-ാം അധ്യായത്തിൽ ദ പ്രൈസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ വിരുദ്, PRIZE, പ്രൈസ് ഓഫ് ലൈഫ്. ഈ ജീവിതത്തിന് എന്താണ് നേട്ടമുള്ളത്, വിരുദ്? അത് നാം 3:14 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ വെറുതെ അല്ല ഓടുന്നത്, ഞാൻ കാറ്റിനെ പിടിക്കാനൊന്നും പോകുകയല്ലെന്ന് കൊരിന്ത്യരിൽ പറയുന്നത് പോലെ മുൻപിൽ ഒരു വിരുദുണ്ട്, ഞാൻ അതിനു വേണ്ടി ഓടുന്നു. 4-ാം അധ്യായത്തിൽ താൻ പറയുന്നു ദ പവർ ഓഫ് ലൈഫ്, ജീവിതത്തിന് ഒരു ശക്തിയുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പ്രൈസ് ഗാഡ്. അപ്പോൾ ഈ 4 അധ്യായങ്ങളിൽ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള 4 വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ പുസ്തകം വായിച്ചു നോക്കിയാൽ ഈ പുസ്തകത്തിലെ പൗലോസിന്റെ 3 മാസ്റ്റർ പീസുകളുണ്ട്. പൗലോസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 3 വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ, അതിൽ മുൻപ് നിൽക്കുന്നത് ക്രൈസ്റ്റ്, ക്രിസ്തു എന്നുള്ളതാ. ഏതാണ്ട് 70 പ്രാവശ്യം പൗലോസ് ഈ കൊച്ചു ലേഖനത്തിൽ ക്രിസ്തു 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 എന്ന് പറയുന്നുണ്ട്. ക്രിസ്തു, ക്രിസ്തുമയമായ ഒരു ജീവിതം. സ്തോത്രം. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് മനസ്സ് എന്നുള്ളതുണ്ട്, സന്തോഷിപ്പീൻ എന്നുള്ളതുമുണ്ട്. അത് പൗലോസ് ക്രിസ്തു എന്നതിനേക്കാൾ കുറച്ചു മാത്രമാണ് പറയുന്നത്. അങ്ങനെ നാം അതിൽ 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ജീവിതത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത് പാറ്റേൺ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ശൈലി. ആ ജീവിതത്തിന്റെ ശൈലിയെ കുറിച്ചാണ് പൗലോസ് ക്രോഡീകരിച്ച് ആ കൊച്ചു വാക്യം 5-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു യേശുവിലുള്ള ഭാവം. അതിനെ 1-2 അക്ഷരങ്ങൾ കൂടെ ഈ ഭാവത്തിന് മുമ്പ് ചേർത്താൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അത് വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാം, ക്രിസ്തു യേശുവിലുള്ള സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അല്ലെങ്കിൽ ആ ഭാവത്തിന് മുമ്പ് മനോഭാവം എന്നും കൂടെ ചേർക്കാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനോഭാവം, യേശുക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിൽ എന്ന് പറയുന്നതിനും ഒരർത്ഥം, 2 അർത്ഥം അവിടെയുമുണ്ട്. നിങ്ങളിൽ എന്ന് പറയുന്നതിന് സ്തോത്രം. 1, വ്യക്തിപരമായി വിശ്വാസികളിൽ ഓരോ വിശുദ്ധരിലും ഉള്ളിൽ ആ ഭാവം ഉണ്ടായിരിക്കണം. 2, വിശുദ്ധന്മാർ തമ്മിലുള്ള ഇടപാടിൽ among you, നിങ്ങൾക്കിടയിൽ, നിങ്ങൾ തമ്മിലുള്ള സ്വഭാവത്തിലും ഇടപാടിലും യേശുക്രിസ്തുവിന്റെ സ്വഭാവം തമ്മിൽ കാണിക്കണം. അപ്പോൾ നമ്മിൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിലും സമൂഹമായി നമ്മുടെ ഇടപാടുകളിലും. അപ്പോൾ 2 വിഷയങ്ങളിൽ ഇത് വേണം, ക്രിസ്തുവിന്റെ ഭാവം. 1 നമ്മുടെ പ്രകൃതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, സ്തോത്രം. മറ്റൊന്ന് നമ്മുടെ ഇടപാടുകളിൽ. ഇത് 2ലും വേണം. പക്ഷെ പലരും പ്രാധാന്യം നൽകുന്നത് ഇടപാടുകൾക്കാണ്, സ്തോത്രം, വ്യവഹാരത്തിന്, സ്തോത്രം. എന്നാൽ വ്യവഹാരത്തെക്കാൾ, ഇടപാടുകളെക്കാൾ ദൈവം വിലമതിക്കുന്ന ഒന്നാണ് സ്വഭാവം. അപ്പോൾ ഇത് 2ലും ക്രിസ്തുവിന്റെ സ്വഭാവം നിഴലിച്ചു നിൽക്കണം. ഇത് ആരോടാ പൗലോസ് പറയുന്നത്? പുറത്തുള്ളവരോടല്ല. 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഇത് പറയുന്ന 2-3 കൂട്ടരെ കുറിച്ച്. ആരോടാണ് പൗലോസ് പറയുന്നത്? വിശുദ്ധന്മാരോടാ പൗലോസ് പറയുന്നത്, വിളിക്കപ്പെട്ടവരോടാ പൗലോസ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇത് പുറത്തുള്ളവരോടുള്ള ആഹ്വാനമല്ല, അകത്തുള്ളവരോടുള്ള ആഹ്വാനം. സ്തോത്രം. ഈ തിരുവെഴുത്ത് പ്രിയരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തന്നിരിക്കുന്നതാ ഒരു പള്ളിക്കൂടം. ആ പള്ളിക്കൂടത്തിന്റെ മതിലിനോട് ചേർന്നുള്ള വീട്ടിലെ കുട്ടികൾക്ക് ആ പള്ളിക്കൂടത്തിലെ സ്കൂളിലെ നിയമാവലികൾ ബാധകമല്ല. എന്നാൽ ആ സ്കൂളിൽ നിന്നും വളരെ ദൂരെ പാർക്കുന്ന ഒരു വീട്ടിലെ കുട്ടികൾ, പക്ഷേ ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തവരാ, പ്രവേശനം സിദ്ധിച്ചവരാ, ആ കുട്ടികൾക്ക് ഇവിടുത്തെ നിയമങ്ങൾ ബാധകമാ. എന്നതുപോലെ ദൈവത്തിന്റെ ഭവനത്തിൽ അംഗങ്ങളായി, ദൈവത്തിന്റെ മക്കളായി ജനിച്ചു വീണവർക്കായി ദൈവം കൽപ്പിച്ചത് തന്നിരിക്കുന്ന നിയമാവലികളാണ് ദൈവത്തിന്റെ വചനം. ആകയാൽ സ്തോത്രം, ഇന്ന് രാത്രിയിൽ ക്രിസ്തുവേശുവിനുള്ള ഭാവം ലോകക്കാർക്കല്ല, പ്രത്യുത സഭയ്ക്കാണ് വേണ്ടത്.
പ്രസംഗകനായ എനിക്ക് വേണം, പ്രസംഗകരായ ഞങ്ങൾക്ക് വേണം, നേതൃനിരയിലിരിക്കുന്ന ഞങ്ങൾക്ക് വേണം. സ്തോത്രം. ഈ പുസ്തകവും കക്ഷത്തിൽ കൊണ്ടു നടക്കുന്ന നമുക്ക് വേണം. പണ്ടൊരു അച്ഛൻ പറഞ്ഞതുപോലെ വേദപുസ്തകം കക്ഷത്തിലും ദൈവം പോക്കറ്റിലുമെന്നും പറഞ്ഞ് നടക്കുന്ന പെന്തക്കോസ്തരായ എനിക്കും നിങ്ങൾക്കും വേണ്ട അത്യാവശ്യമായ കാര്യമാണ് ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ ഉള്ളിലും നമ്മൾ തമ്മിലുള്ള ഇടപാടുകളിലും അത് നിഴലിച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവേശുവിലുള്ള ഭാവം. ഇത് പൗലോസ് പറയുന്നതിന്റെ പശ്ചാത്തലം 1-ാം അധ്യായത്തിന്റെ 27 മുതൽ 2-ാം അധ്യായം 18 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. മുഴുവനും വായിച്ച് പോകുവാൻ നേരമില്ലാത്തത് കൊണ്ട് ഈ 1-ാം അധ്യായം 27 മുതൽ 2-ാം അധ്യായം 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 15 കൂട്ടം കാര്യങ്ങൾ, സ്തോത്രം, എനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. ഞാനത് വേഗം ഒന്ന് പറഞ്ഞു വിടാം. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം 1:27 മുതൽക്ക് ഇത് പറയുവാനുള്ള പശ്ചാത്തലം ഒരുങ്ങുകയാണ്. എന്തോ കാര്യം പറഞ്ഞു വന്ന വഴിക്കാണ് പൗലോസ് ഈ 5-ാം വാക്യം പറഞ്ഞത്. അത് പറഞ്ഞിട്ടും നിർത്തിയില്ല, പിന്നെയും പറഞ്ഞു. അതാണ് 27-ാം വാക്യത്തിൽ നോക്കൂ. 1, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടും ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടും നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്നു. ഇങ്ങനെ ധാരാളമുണ്ട്. ആ 27-ഉം 27-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളും കൂടെ ചേർത്തു പറഞ്ഞാൽ 6-ലധികം പ്രാവശ്യം പൗലോസ് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വിഷയമുണ്ട്. അതാണ് ഐക്യത. സ്തോത്രം. ഏകഭാവം, ഏക സ്നേഹം, ഏകാത്മാവിൽ എന്നൊക്കെ പറയുന്നു. ഫിലിപ്പ്യ ദൈവസഭയോട് ക്രിസ്തുവേശുവിലുള്ള ഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എടുത്തു പൗലോസ് ഓർപ്പിക്കുന്നത് നമുക്ക് തമ്മിൽ എന്ത് വേണം? സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യത വേണം. സ്തോത്രം. ഓരോന്ന് പറഞ്ഞ് വിവരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും നേരമില്ലാത്തത് കൊണ്ട് ഇത് 15 കൂടെ പറഞ്ഞിട്ട് മൊത്തം കൂടെ ഒന്ന് പറഞ്ഞ് ക്രോഡീകരിച്ചാണെങ്കിൽ പോകാമെന്ന് കരുതുന്നു. രണ്ടാമത് പൗലോസ് 27-ാം വാക്യത്തിൽ തന്നെ വീണ്ടും പറയുകയാണ്, എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാത്തവരായി നാം നിൽക്കണം. എതിരാളികൾ എന്തൊക്കെ ചെയ്താലും കുലുങ്ങിപ്പോകരുത്. ആ നിലയിൽ നാം നിൽക്കണം. പിന്നെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. സ്തോത്രം. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. എന്നിട്ട് 27-ന്റെ അവസാനത്തിൽ പറയുന്നു 4-മത്തെ സംഗതി, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതശൈലി ഇങ്ങനെയൊക്കെ ആയിരിക്കും. സ്തോത്രം. നാം വിശ്വസിക്കുന്ന, നാം പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. അങ്ങനെ ആകുന്നു എങ്കിൽ നാം വീണ്ടും 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം അനുഭവിപ്പാനും കൂടെ വരം ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിലുള്ള ഭാവം നമുക്കുണ്ടെങ്കിൽ കഷ്ടം അനുഭവിക്കുവാനുള്ള മനസ്സും ആ കഷ്ടം അനുഭവിക്കുവാൻ തിരഞ്ഞെടുക്കുവാനുള്ള മനസ്സും ഉണ്ടായിരിക്കും. കേവലം കഷ്ടം അനുഭവിക്കുക മാത്രമല്ല, പ്രത്യുത കഷ്ടം അനുഭവിക്കുവാൻ, കഷ്ടത മനഃപൂർവ്വം തിരഞ്ഞെടുക്കാനും കൂടെ നമുക്ക് മനസ്സുണ്ടായിരിക്കും. സ്തോത്രം. ഇത് ഒരു സ്വയം പരിശോധനയ്ക്കും കൂടെ ഉള്ള സംഗതികളാണ്. ഈ 15 കൂട്ടം കാര്യങ്ങൾ കുറഞ്ഞപക്ഷം നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ഏകദേശം ഒക്കെ ക്രിസ്തുവേശുവിന്റെ ഭാവം ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ എന്തുമാത്രം മാർക്ക് കിട്ടുമെന്ന് അറിഞ്ഞ്, എന്തുമാത്രം ആരോഗ്യം ആത്മീയമായിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിലയിട്ട് മടങ്ങിപ്പോകുവാൻ നമുക്കിടയാകട്ടെ. സ്തോത്രം. പിന്നീട് നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിന്റെ ഭാവത്തിന്റെ ഉദാഹരണങ്ങൾ പൗലോസ് നിരത്തുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. 22-ാം അധ്യായത്തിന്റെ 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം വീണ്ടും കാണുന്നുണ്ട്, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, പിന്നെ ഞാൻ ദൂരത്തിരിക്കുമ്പോഴും നിങ്ങൾ അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഞാനതിനെ ഇങ്ങനെ ക്രോഡീകരിക്കട്ടെ. നമ്മെ സൂപ്പർവൈസ് ചെയ്യുവാൻ ആരെങ്കിലും ഉള്ളപ്പോൾ മാത്രമല്ല, നമ്മെ വീക്ഷിക്കുന്ന
ഒരു സമൂഹത്തിന്റെ കണ്ണുകൾക്ക് മുൻപിൽ മാത്രമല്ല, നമ്മെ കാണുവാൻ ഒരു മാനുഷ കണ്ണുപോലും ഇല്ലാത്ത രഹസ്യ ജീവിതത്തിന്റെ അറകളിൽ പോലും യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ നിഴലിച്ചു നിൽക്കണം. സ്തോത്രം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ രഹസ്യ ജീവിതത്തിനും പരസ്യ ജീവിതത്തിനും തമ്മിൽ വ്യത്യാസം വല്ലതുമുണ്ടോ? നമ്മുടെ രഹസ്യ ജീവിതം പോലെ തന്നെയാണോ നമ്മുടെ പരസ്യ ജീവിതവും? സ്തോത്രം. നാം നമ്മെ അറിയുന്നത് പോലെ മറ്റുള്ളവർ നമ്മെ അറിഞ്ഞാൽ ഇന്ന് അവർ നമുക്ക് തരുന്ന മാന്യത പിന്നെ കിട്ടുമോ? ഞാൻ ചോദിക്കുന്നു, ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നമുക്ക് നമ്മെ അറിയാം. നാം നമ്മെ അറിയുന്നത് പോലെ മറ്റുള്ളവർ നമ്മെ അറിഞ്ഞാൽ, ഭർത്താവ് തന്നെ അറിയുന്നത് പോലെ ഭാര്യയെ കൂടെ ഭർത്താവിനെ എന്ന് അറിഞ്ഞാൽ, ഭാര്യ തന്നെ അറിയുന്നത് പോലെ സ്വന്തം ഭർത്താവ് ഭാര്യയോ എന്ന് അറിഞ്ഞാൽ ഇന്ന് ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും നമുക്ക് പിന്നെ കിട്ടുമോ? അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ അടുത്തിരിക്കുമ്പോൾ, അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇങ്ങ് ദൂരെ ഇരിക്കുമ്പോഴും, ഇരുളിന്റെ മറവിലായാലും പത്മോസിന്റെ തണലിലായാലും, ചെങ്കടലിന്റെയോ ആമേൻ സ്തോത്രം കടൽ അലകളുടെയൊക്കെ അപ്പുറത്തോ അടുത്തട്ടുള്ളതൊക്കെ ഞാനും നിങ്ങളും പോയി പാർത്താലും, മറ്റാരും നമ്മെ തിരിച്ചറിയുന്നില്ലെങ്കിലും, നാം ഉപദേശിയാണെന്നും പെന്തക്കോസ്തുകാരാണെന്നും ആരും നമ്മെ തിരിച്ചറിയുന്നില്ലെങ്കിലും, അവിടെയും ക്രിസ്തുയേശുവിന്റെ സ്വഭാവം ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ആത്മീയ പുരുഷത്വം വേണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ആണത്വം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ പൗലോസ് പറയുകയാണ് താഴോട്ട്, സ്തോത്രം, 14-ാമത്തെ വാക്യത്തിൽ, നാം പാർക്കുന്ന സമൂഹം അതെങ്ങനെയുള്ളതാണ്? വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ. പക്ഷേ അവിടെ നാം എങ്ങനെ പാർക്കണം? അനിന്ദ്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം. അതായത് നമ്മുടെ വൈരികൾക്ക്, എതിരികൾക്ക് പോലും നമുക്കെതിരെ വിരൽ ചൂണ്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ തെറ്റായതൊന്നും ഉണ്ടാകരുത്. കഴുകൻ കണ്ണുകളോടെ നമ്മുടെ ചുവടുകളെ വീക്ഷിക്കുന്ന, നമ്മുടെ ഫോൺ കോളുകൾ മാത്രമല്ല മനസ്സിന്റെ ചിന്തകൾ പോലും ഒപ്പിയെടുക്കുവാൻ കഴിയുന്ന വൈരികൾ, സ്തോത്രം, നമ്മുടെ ചിന്തകളെ ഒപ്പിയെടുത്ത് പരിശോധിച്ചാലും നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യത്തിനെതിരെ വിരൽ ചൂണ്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. ഇതൊരു വലിയ വെല്ലുവിളിയായി ഈ ദിവസങ്ങളിൽ നാം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ അങ്ങനെയൊന്ന് രൂപപ്പെടുത്തിയാൽ ഈ നാളുകളിൽ നമുക്ക് അധികം പ്രസംഗിക്കേണ്ടി വരികയില്ല. നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ അറിയുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. പലർക്കും സ്വന്തം വീട്ടുകാരുടെ മുമ്പിലും തങ്ങളെ ഏറ്റവും കൂടുതൽ അറിയുന്നവരുടെ മുൻപിലും പ്രസംഗിക്കുവാനും സുവിശേഷം പറയുവാനും പ്രയാസമാണ്. എന്നാൽ ഒരു വെല്ലുവിളിയായി ദൈവസഭാംഗങ്ങളും ശുശ്രൂഷകന്മാരും ഇത് ഏറ്റെടുക്കട്ടെ. നമുക്ക് ഏറ്റവും അധികം പ്രാഗൽഭ്യം ഉണ്ടാകേണ്ടതും നമ്മുടെ പ്രസംഗം അതിന്റെ തുകയിൽ സ്വീകരിക്കുന്നതും പുറത്തുള്ളവരാകരുത്, നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തികളായിരിക്കണം. അത്രമാത്രമുള്ള പ്രാഗൽഭ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നാം ഈ തലമുറയുടെ നടുവിൽ, സ്തോത്രം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി, പരമാർത്ഥികളായി, അനിന്ദ്യരായി പാർക്കണം. അതിന് നാം എന്ത് ചെയ്യണം? അടുത്തത്, എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. പിറുപിറുപ്പും വാദവും കൂടാതെ കർത്താവിനു വേണ്ടി എന്നതുപോലെ സേവനം ചെയ്യുവാൻ നമുക്കിടയാകണം. ക്രിസ്തുയേശുവിലുള്ള ഭാവത്തിന്റെ അവസ്ഥകളാണത്. പിന്നെ പറയുന്നു, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കണം. സ്തോത്രം. ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ വെച്ച് ഈ തിരുവെഴുത്ത് നമുക്ക് എന്തിനാ തമ്പുരാൻ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു വിദ്യാർത്ഥി നർമ്മം കലർന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, സാറേ, ഇപ്പം ആൾക്കാരൊക്കെ പറയുന്നത് the Bible is for me to preach and for you to practice. എനിക്ക് പ്രസംഗിക്കാനും നിങ്ങൾക്ക് പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിക്കാനും കേൾക്കുന്നവർക്ക് അനുസരിക്കാനുമാണെന്ന്. അല്ല, അതിനുവേണ്ടിയല്ല നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. ആവർത്തന പുസ്തകം 29:29, മലയാളത്തിൽ 28 ഉള്ളൂ, അവസാന വാക്യമാ. വാക്യമല്ല, ഉണ്ട്, എണ്ണം തെറ്റിയിട്ടുണ്ടെന്നുള്ളൂ. 29-ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു,
മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാ. എന്നാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടിയാ. എന്തിനാ? അതിലെ സകല വചനങ്ങളും അനുസരിച്ച് നടപ്പാൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാളെ കണക്ക് പരീക്ഷയാ വീട്ടിൽ നമ്മുടെ മോന്. അപ്പം പഠിക്കാതെ നടന്നപ്പോ വഴക്ക് പറഞ്ഞ് പഠിക്കാൻ വിട്ടു. വഴക്ക് പറഞ്ഞപ്പോൾ പഠിക്കാൻ പോയി. എടുത്തു വെച്ച് തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകം ഏതെന്ന് നോക്കിയപ്പം സാമൂഹ്യ പാഠം. നാളെ പരീക്ഷ കണക്കിന്റെയാ, പഠിക്കുന്നത് സാമൂഹ്യ പാഠം. ചോദിച്ചപ്പോ പറഞ്ഞു, അത് പപ്പ, കണക്ക് എനിക്ക് ഇഷ്ടമല്ല, അത് വലിയ പ്രയാസമാ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാ, എനിക്കത് ഒത്തിരി ഈസിയുമാ. പ്രിയരെ, ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് സരളമായതും സന്തോഷം തരുന്നതും മാത്രം അനുസരിപ്പാനല്ല. അനുസരിക്കുവാൻ കട്ടിയുണ്ടെന്ന് തോന്നിയാലും അനുസരിക്കുവാൻ വില കൊടുക്കേണ്ടി വന്നാലും ഇതിലെ സകല വചനങ്ങളും അനുസരിച്ചു നടക്കേണ്ടതിനാണ് ദൈവം ഇത് നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാ. സ്തോത്രം. ഈ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇടയിൽ ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ആ ഒരു പ്രത്യേകമായ അനുഭവത്തിലേക്ക്, സ്തോത്രം, ഞാനും നിങ്ങളും എത്തിച്ചേരണം. താഴെയും മറ്റു കാര്യങ്ങളുണ്ട്, അത് ഞാൻ വിട്ടിട്ട് ഒരുമിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ വിട്ടുകൊള്ളട്ടെ. ഐക്യതയിൽ തുടങ്ങുന്ന ക്രിസ്തുവേശുവിലുള്ള ഭാവത്തെ കുറിച്ചാണ് ഇവിടെ പൗലോസ് ദൈവസഭയോട് ഓർപ്പിച്ച് ഉണർത്തുന്നത്. സ്തോത്രം. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യതയോടുകൂടെ നാം പോകണം. യേശു ക്രിസ്തുവിന്റെ ത്രിവിധമായ ശരീരങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ മറിയയിൽ ജഡം കൊണ്ട അക്ഷരീക ശരീരം. രണ്ട്, ദൈവസഭ എന്ന മാർമിക ശരീരം. മൂന്ന്, നാം നുറുക്കുന്ന അപ്പം എന്ന ഫിഗറേറ്റീവ്, പ്രതീകാത്മകമായ ശരീരം. അപ്പോൾ ഒന്ന് അക്ഷരീകമായത്, രണ്ട് മാർമികമായത്, മൂന്ന് പ്രതീകാത്മകമായത്. അതിൽ അക്ഷരീകമായ യേശുവിന്റെ ശരീരം കാൽവറിയിൽ നുറുക്കപ്പെടുവാൻ അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അതിനെ നാം പാടാറുള്ളത് പോലെ കാട്ടുചെന്നായി കൂട്ടമായി ഒരാടിനെ പിടിച്ചതുപോലെ കാൽവറിയിൽ അവന്റെ ശരീരത്തെ തകർക്കുന്നതിന് കടന്നു വന്ന ആർക്കും അവൻ വിലക്കിയില്ല. അത് യഹൂദനാകട്ടെ, പടയാളിയാകട്ടെ, റോമക്കാരനാകട്ടെ, ചാട്ടമാറുള്ളവനാകട്ടെ, തുപ്പുന്നവനാകട്ടെ, കൂടെ കിടന്ന കള്ളനാകട്ടെ, ഇവരെ ആരെയും തന്റെ ആ ശരീരത്തെ നുറുക്കുന്നതിൽ നിന്നും വിലക്കിയില്ല. സ്തോത്രം. മൂന്നാമത്തെ അപ്പമായ പ്രതീകാത്മക അപ്പത്തെയും നമുക്ക് സമയാസമയങ്ങളിൽ നുറുക്കി കിട്ടുന്നു. ഇങ്ങനെ ഈ ഒന്നും മൂന്നും ശരീരങ്ങളെ നുറുങ്ങുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത, നുറുക്കാൻ വന്നവരുടെ കൈകളെ വിലക്കാതിരുന്ന ആത്മനാഥന്റെ മാർമിക ശരീരമായ ദൈവസഭയെ വിഭജിക്കുവാൻ, അതിൽ അനൈക്യത ഉണ്ടാകുവാൻ, അതിൽ പോരായ്മ വരുത്തുവാൻ ഈ നാഥൻ അനുവദിക്കുകയില്ല. മനസ്സിലാകുന്നെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. കാൽവറിയിൽ തന്റെ ദേഹം നുറുങ്ങുവാൻ ഏൽപ്പിച്ചവൻ തന്റെ ദൈവസഭ എന്ന ആത്മീക മാർമിക ശരീരത്തിൽ ഒരു തരത്തിലും വിഭജനവാദം അനുവദിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ 6 പ്രയോഗങ്ങളിലധികം ദൈവസഭാംഗങ്ങളുടെ ഐക്യതയ്ക്ക് വേണ്ടി ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. പ്രിയരെ, പക്ഷെ ദുഃഖകരമായ വസ്തുത, യേശു ക്രിസ്തുവിന്റെ നുറുക്കപ്പെട്ട ശരീരത്തിന്റെ പ്രതീകമായ അപ്പം നുറുക്കി കൊടുക്കുന്നവർ തമ്മിൽ പോലും പലപ്പോഴും ഐക്യതയില്ലാതെ, സ്നേഹമില്ലാതെ വിഘടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഓർപ്പിക്കട്ടെ, ദൈവസഭ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് നിങ്ങൾക്കും യോഗ്യതയില്ലാതെ വരും. ആകയാൽ അനൈക്യമായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ഇടപാടുകളിൽ എന്തെല്ലാം ഉണ്ടോ അവയെ മുഴുവനും ഈ രാത്രിയിൽ തന്നെ ഇവിടെ കുഴിച്ചുമൂടി ഐക്യതയോടെ നിലനിന്ന് മുന്നേറുവാൻ, ദൈവ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവദാസന്മാരും ദൈവജനവും ഒരുമിച്ചൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു.
അല്പം വില കൊടുക്കേണ്ടതാ, അല്പം വില കൊടുക്കേണ്ടതാ. വൈകാരികമായ സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലിത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെയോ ആവശ്യപ്പെടുന്ന വസ്തുതയാണ്. സ്തോത്രം. ഒരു വിഷയത്തിൽ മാത്രം നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം. സ്തോത്രം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ സംഭവിച്ചതുപോലെ ഈ ദൈവത്തോടുകൂടെ മലയിലായിരുന്ന മോശയോട് ദൈവം പറഞ്ഞു, നീ ഇറങ്ങിച്ചല്ലേ, ജനം തങ്ങളെ തന്നെ വഷളാക്കിയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന്റെ 25-ാമത്തെ വാക്യത്തിലാണ്, ജനത്തെ ബോധിച്ചതുപോലെ നടക്കുവാൻ കെട്ടഴിച്ചു വിട്ട നേതാവ് അഹരോൻ. അങ്ങനെ കെട്ടഴിഞ്ഞ് ആടുന്ന ജനം കണ്ട മോശയുടെ ഉള്ളിൽ ആത്മീയ രോഷം കത്തി, കയ്യിലിരുന്ന കൽപ്പലക എറിഞ്ഞുടച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് കൂടാരവാതിൽക്കൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ താൻ ഉണ്ടാക്കി. എന്താണ് ആ ഗ്രൂപ്പ്? സ്തോത്രം. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. അതെ, ഈ എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ സത്യത്തിൽ നിന്നും വ്യതിചലിച്ച് മറ്റു പലതിനും കൂട്ടുനിന്ന് പലതിനും ഓശാന പാടുന്ന പാസ്റ്റേഴ്സോ ദൈവജനമോ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും മാറി നിന്ന് ദൈവവചനത്തിന്റെ നിർമ്മല സത്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഈ നാളുകളിൽ നമുക്കൊരുങ്ങാം. അതിന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുവാൻ, പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കുവാൻ, യാത്ര ചെയ്യണമെങ്കിൽ യാത്ര ചെയ്യുവാൻ, ചിലവിടണമെങ്കിൽ ചിലവിടുവാൻ നാം ഒരുങ്ങാം. അങ്ങനെയുള്ള വിശുദ്ധന്മാരോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ പ്രിയരെ, സ്തോത്രം, ആ കൂട്ടത്തിൽ തുള്ളിപ്പോകുന്ന, ആ കൂട്ടത്തിൽ കളിക്കുവാൻ പോകുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടത്തിൽ പോകുന്നെങ്കിലും ഉള്ളിൽ വേദനയോടാ. കാരണം അവർക്ക് കെട്ടഴിച്ചു വിടുന്ന അഹരോനെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വീണ്ടും ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് അവരെ മടക്കി വരുത്തുന്ന ഒരു മോശയുടെ നേതൃത്വത്തിന്റെ കുറവ് കാണുന്നു. അങ്ങനെയെങ്കിൽ ആ മോശയായി ഞാനും നിങ്ങളും മാറുവാൻ, ആ മോശയായി ഞാനും നിങ്ങളും മാറുവാൻ ഒരുക്കമായാൽ നമ്മുടെ പ്രാദേശിക സഭകളിൽ, നമ്മുടെ ഡിസ്ട്രിക്റ്റുകളിൽ, നമ്മുടെ സോണുകളിൽ, നമ്മുടെ സ്റ്റേറ്റുകളിലും റീജിയനുകളിലും ഈ നാളുകളിൽ ഒരു കൂട്ടം ആയുധമേന്തിയ ലേവ്യർ അശുദ്ധിക്കെതിരെ, ആമേൻ, ആമേൻ, അസത്യത്തിനെതിരെ, അനീതിക്കെതിരെ, ആമേൻ, അടരാടുവാൻ ഒരുങ്ങുമെന്ന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. Praise the Lord. Praise the Lord. എത്ര വലിയ അഹരോന്മാരും ജനത്തെ കെട്ടഴിച്ചു വിട്ടാലും ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്ന മോശമാരായി തീരുവാൻ ഞാനും നിങ്ങളും ഒരുക്കമാണോ? ദൈവം നമ്മോട് കൂടെ നിർത്തുവാൻ ഒരു കൂട്ടരെ ഒരുക്കിക്കൊള്ളും. അതിന് നാം തയ്യാറായിക്കൊള്ളുക. ഈ വിഷയത്തിൽ അല്ലാതെ മറ്റൊരു വിഷയത്തിലും നമ്മുടെ ഇടയിൽ ഭിന്നതയരുത്, ഭിന്നതയരുത്. അല്ലാതെ വല്ലതും കണ്ടാൽ സ്നേഹത്തോടെ ഓർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഇതിന് പരിഹാരം കാണൂ. സ്തോത്രം. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആ ഒരു നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവേശുവിലുള്ള ഭാവവുമായി ബന്ധിപ്പിക്കുവാൻ ഈ നാളുകളിൽ നാം ഒരുങ്ങട്ടെ. സ്തോത്രം. പലർക്കും യേശു ക്രിസ്തുവിന്റെ കരിഷ്മയിലാണ് താല്പര്യം, ക്രിസ്തുവിന്റെ ക്യാരക്ടറിലല്ല. There are so many people who are more interested in charisma of Christ than the character of Christ, in the ministry of Christ rather than the mind of Christ. യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കാൾ, ക്രിസ്തുവിന്റെ മനോഭാവത്തെക്കാൾ, ക്രിസ്തുവിന്റെ ശുശ്രൂഷകളിൽ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ നമ്മിലൂടെ ക്രിസ്തു ചെയ്ത കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിലൊന്ന് പകർത്തുവാൻ നാം ഒരുക്കമായാൽ പ്രിയരെ, അതാണ് ദൈവത്തിന് ഇഷ്ടം. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അതെന്തായിരുന്നു? സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അതേക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേ പറ്റൂ. എന്റെ ചെറുപ്പത്തിലെ വീട്ടിലെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഏതോ വർഗത്തിൽപ്പെട്ട പാമ്പ് ഈ കോഴിക്കൂട്ടിലും തൊഴുത്തിലും ചിലപ്പോൾ വീടിനകത്തും ഒക്കെ വന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ പുറത്തെവിടെയെങ്കിലും ആയിരിക്കുന്ന
വല്യമ്മച്ചിയോടോ അമ്മച്ചിയോടോ ഒക്കെ വിളിച്ചു പറയുമ്പോൾ ചോദിക്കും, എന്തുവാ കുഞ്ഞെ, അത് ചേരയാണോ പാമ്പാണോ? കുട്ടികളായ ഞങ്ങൾക്ക് ചേരയാണോ പാമ്പാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പറയും, ഒരു കാര്യം ചെയ്യും, ഒരു ഇച്ചിരി മണ്ണ് വാരിയിട്ട് നോക്കുക എൻ്റെ ദേഹത്ത്. അന്നേരം ചേരയാണെങ്കിൽ അങ്ങ് ഓടിപ്പോവും, പാമ്പാണെങ്കിൽ അത് തിരിഞ്ഞു നിൽക്കും. അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ കാണാം പലപ്പോഴും ഇത് ഓടിപ്പോന്നെ. ഞാൻ പറഞ്ഞ സാരം മനസ്സിലായോ? ചുരുണ്ടുകൂടി ഇരിക്കുന്ന സാധനം നിരുപദ്രവകാരിയായ ചേരയാണോ അതോ വിഷധംസനത്താൽ കൊന്നുകളയുന്ന വിഷപ്പാമ്പാണോ എന്നറിയുവാൻ എന്ത് ചെയ്താൽ മതി? അല്പം മണ്ണ് വാരിയിട്ടാ മതി. അതായത് ഒരാളിന്റെ സ്വഭാവം ശരിയായിട്ട് തിരിച്ചറിയണമെങ്കിൽ ആളിനെ ഒന്ന് നോവിപ്പിക്കണം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യത വെളിപ്പെട്ടത്, സ്തോത്രം, അങ്ങ് മറുരൂപമലയിലല്ല. യേശുവിന്റെ സ്വഭാവ വൈശിഷ്ട്യം വെളിപ്പെട്ടത് യെരുശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തിലല്ല. യേശുക്രിസ്തുവിന്റെ ദിവ്യ മനോഭാവം വെളിപ്പെട്ടത് തന്റെ മേൽ പൂശിയ വിലയേറിയ തൈലപൂശലിലല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം വെളിപ്പെട്ടത് പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്തോത്രം, കെട്ടപ്പെട്ടവനായി, അർത്ഥനഗ്നനായി, തുപ്പലേറ്റവനായി, മുൾമുടി അണിഞ്ഞവനായി, 6 കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ടവനായി, കുറ്റമൊന്നും കാണാഞ്ഞിട്ടും കുറ്റവാളിയെ പോലെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായിരുന്നപ്പോഴാ. അതാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 21 മുതൽക്കുള്ള വാക്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനോഭാവം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതിന് വേണ്ടി, സ്തോത്രം, യേശുക്രിസ്തുവിനെ നാം സൂക്ഷിച്ചു പഠിക്കണം. മുമ്പേ കർത്താവിന്റെ ദാസന്മാര് പറഞ്ഞതിന്റെ ആമേൻ മറ്റൊരു ഭാഷ്യം കൂടെ ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. എന്നെ നിങ്ങൾ അറിയും തോറും എന്നിൽ നിന്ന് അകലാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം തോന്നും. അതുകൊണ്ട് നമ്മൾ പറയും, ആ പുള്ളിയെ കുറിച്ച് അറിഞ്ഞത് മതി, കൂടുതൽ അറിയണ്ട. എന്നാൽ ഇവിടെ ഒരുത്തനുണ്ട്, ഇവനെ അറിയും തോറും വീണ്ടും അറിയുവാൻ ആഗ്രഹം തോന്നും. അറിയും തോറും അറിയുവാൻ കൊതി തോന്നും. അറിയും തോറും അവനോട് സ്നേഹം വർദ്ധിക്കും. അവനെ അറിയും തോറും ആരാധന വർദ്ധിക്കും. അവനെ അറിയും തോറും മറ്റുള്ളവരെ അറിയിക്കുന്നതിനുള്ള പ്രേരണ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരുത്തൻ മാത്രമേ ഉലകത്തിലുള്ളൂ. അത് ഞാനും നിങ്ങളും ആത്മാവിൽ ആരാധിക്കുന്ന നസറായനായ യേശുവാണ്. ഹല്ലേലൂയ. യേശു. പൗലോസ് ഈ യേശുവിന്റെ ഭാവം നമ്മിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മോട് പറഞ്ഞിട്ട്, സ്തോത്രം, അവന്റെ ഭാവം എന്തായിരുന്നെന്ന് 6 മുതൽക്ക് 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന്, ഹ്യൂമിലിയേഷൻ ഓഫ് ജീസസ്, ഓർ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ്, സെൽഫ് ഹ്യൂമിലിറ്റി. മറ്റൊന്ന്, എക്സോൾട്ടേഷൻ ഓഫ് ജീസസ്, യേശുക്രിസ്തുവിന്റെ താഴ്മ. 2, യേശുക്രിസ്തുവിന്റെ ഉയർച്ച. 6, 7, 8 വാക്യങ്ങളിൽ നാം കാണുന്നത് യേശുക്രിസ്തു തന്നെ താൻ താഴ്ത്തിയ വിഷയമാണ്. എന്നാൽ അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവം അവനെ ഉയർത്തിയ വിഷയമാണ്. ക്രിസ്തുവേശുവിലുള്ള ഭാവത്തിന് ഈ 2 വശങ്ങളുണ്ട്. എന്നാൽ അതിന്റെ 2-ാം ഭാഗം ഇത് തൊടുവാൻ എനിക്ക് സമയമില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ താഴ്മയിൽ പോലും വീണ്ടും ഉണ്ടൊരു വസ്തുത. സ്തോത്രം. തന്റെ മനുഷ്യത്വത്തിലുള്ള വസ്തുതയും തന്റെ ദൈവത്വത്തിലുള്ള വസ്തുതയുമുണ്ട്. തന്റെ ദൈവത്വത്തിൽ അവൻ തന്നെ താൻ ഒഴിച്ചു എന്നാണ് വായിക്കുന്നത്. അവൻ എന്തൊക്കെയോ വിട്ടുകളഞ്ഞു. ഇന്ന് ക്രിസ്തീയ ജീവിതത്തെ ഉള്ളത് നഷ്ടമാകാതെ കെട്ടിപ്പിടിക്കുവാനും ഇല്ലാത്തത് എങ്ങനെയും വെട്ടിപ്പിടിക്കുവാനും വ്യഗ്രത കാട്ടുന്ന ഒരു സമൂഹമായി ക്രൈസ്തവർ ദൈവജനം എന്ന് പറയുന്നവർ പോലും അധപ്പതിച്ചിരിക്കുമ്പോൾ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവ സഭയുടെ, ദൈവവചനത്തിന്റെ, ദൈവിക ശുശ്രൂഷയുടെ മാർഗം
ഉള്ളത് നഷ്ടമാകാതെ കെട്ടിപ്പിടിക്കുവാനും ഇല്ലാത്തത് വെട്ടിപ്പിടിക്കുവാനുമുള്ള മാർഗമല്ല. പ്രത്യുത ഉണ്ടെന്ന് തോന്നുന്നതും ഉള്ളതും പോലും അവന് അതിന് യാതൊരു മടിയും കൂടാതെ വിട്ടുകളയുവാൻ മനസ്സ് കാട്ടുന്ന മാർഗമാണ്. നാം കർത്താവിനെ അറിഞ്ഞ ശേഷം നേടിയതാണോ അധികം, അതോ നഷ്ടപ്പെടുത്തിയതാണോ അധികം? സ്തോത്രം. ആവർത്തിക്കട്ടെ, ക്രിസ്തു നിമിത്തം നേടിയതാണോ നമുക്ക് കൂടുതൽ, അതോ ക്രിസ്തു നിമിത്തം നാം കൊടുത്തതാണോ കൂടുതൽ? ഉത്തരം പറയാതെ നമുക്കറിയാം. എന്നാൽ അങ്ങനെയുള്ള നമ്മുടെ മുമ്പിൽ ക്രിസ്തുവേശുവിന്റെ ഭാവത്തിലെ ഒരു സംഗതി മാത്രം ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. യേശു ക്രിസ്തു ഉപേക്ഷിച്ചു. നാം ഈ 6, 7, 8 വാക്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. സെൽഫ് അബ്നിക്കേഷൻ ഓഫ് ജീസസ്. താൻ സ്വയം പരിത്യജിച്ചു. സ്തോത്രം. അറ്റർ ഒബീഡിയൻസ് ഓഫ് ജീസസ്. സമ്പൂർണമായ യേശുവിന്റെ അനുസരണം. സ്തോത്രം. താൻ പലതും ഉപേക്ഷിച്ചു. അവൻ എന്തൊക്കെ ഉപേക്ഷിച്ചു എനിക്കും നിങ്ങൾക്കും വേണ്ടി? ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വസ്തുതയുണ്ട്. നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ തന്നോട് അനുരൂപരാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് കൊടുത്ത വിലയുടെ പാരമ്യമായി നാം പലപ്പോഴും കാണുന്നത് കാൽവറിയ. എന്നാൽ സ്തോത്രം, ഒരു ചിന്തയന്റെ വാക്കുകളെ കടമെടുത്തു പറയട്ടെ. The cross was just a spectacular climax of the price Christ paid for you and me. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് മുടക്കിയ മുതലിന്റെ ദൃശ്യമായ ഒരു പരമകാഷ്ഠ മാത്രമായിരുന്നു കാൽവറി. ആ കാൽവറിയേക്കാൾ അധികമായ ചില വില അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ചാണ് നാം ഈ വാക്യങ്ങളിൽ കാണുന്നത്. കുറഞ്ഞപക്ഷം 10 കൂട്ടം സംഗതിയെങ്കിലും എന്റെ യേശു തന്റെ സ്വഭാവത്തിന്റെ മാതൃകയായി നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചു. ബാക്കിയുള്ള സ്വഭാവത്തിന്റെ വശങ്ങൾ മറുഭാഗങ്ങളുണ്ട്, അങ്ങോട്ട് പോകുവാൻ നേരം നമുക്കില്ല. സ്തോത്രം. 1, നാം യെശയ്യാ 53 വായിക്കുന്നു, അവൻ വ്യസന പാത്രമായിരുന്നു, എങ്കിൽ അവൻ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചത് the eternal bliss. അനാദികാലം മുതൽ താൻ അനുഭവിച്ചിരുന്ന നിത്യമായ ആനന്ദം അവൻ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ട് ഒരു വ്യസനപാത്രമായിരിക്കാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Praise the Lord. അവൻ ഉപേക്ഷിച്ച രണ്ടാമത്തെ സംഗതിയാണ് ഇക്വാലിറ്റി വിത്ത് ഗോഡ്ഹെഡ്. പിതാവായ ദൈവത്തോടുള്ള തന്റെ തത്തുല്യത താൻ വേണ്ടെന്ന് വെച്ചു. സ്തോത്രം. താൻ വേണ്ടെന്ന് വെച്ചു. 3, നിത്യനായവൻ കാലത്തിനകത്ത് തന്നെ ഒതുക്കി. സ്തോത്രം. നിത്യനായവൻ കാലത്തിനകത്ത് അവൻ തന്നെ ഒതുക്കി. നാം ശലോമോന്റെ ആലയ പ്രതിഷ്ഠാ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്, സ്വർഗത്തിലും സ്വർഗാധിസ്വർഗത്തിലും നീ അടങ്ങുന്നവനല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിത്യമാം സ്നേഹത്തിന് ആഴം ഉയരവും എന്ന് പറഞ്ഞ് പാടുന്ന പാട്ടിൽ നാം പാടുന്നത്, സ്വർഗാധിസ്വർഗങ്ങൾക്ക് അടക്കുവാൻ കഴിയാത്ത നിത്യനാം ദൈവത്തിൻ ഇഷ്ടപുത്രൻ. അതേ പ്രിയരെ, ഒന്നോർത്തു നോക്കിക്കേ. സ്വർഗങ്ങൾക്ക് അടക്കുവാൻ കഴിയാത്തത് അവനെ സ്തോത്രം, എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം നിമിത്തം ഒരു കന്യകയുടെ ഗർഭത്തിൽ തന്നെ പരിമിതപ്പെടുത്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അവൻ കൊടുത്ത വിലയുടെ പാരമ്യം മനസ്സിലാകുന്നുണ്ടോ? സ്വർഗാധിസ്വർഗങ്ങൾക്ക് അണ്ഡകടാഹത്തിൽ ദൈവത്തിന്റെ ബ്രഹ്മാണ്ടത്തിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടിയിൽ ഒന്നിലും ഒതുങ്ങാത്തവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഒരു കന്യകയുടെ ഉദരത്തിൽ തന്നെ പരിമിതപ്പെടുത്തി. Praise the Lord. പരിമിതപ്പെടുത്തി. നിത്യതയ്ക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാത്തവൻ തന്നെ കാലത്തിനകത്തേക്ക് പരിമിതപ്പെടുത്തി. ഓ ഹല്ലേലൂയ. മുമ്പ് നാം കേട്ടുവല്ലോ, സനാതനം അഥവാ നിത്യം എന്നുള്ളതിന് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതെന്നർത്ഥം. തുടക്കവും ഒടുക്കവും ഇല്ലാത്ത സനാതനത്തെ ദൈവം രണ്ടായിട്ട് മുറിച്ചു മാറ്റി. ഒന്ന് പൂർവകാല നിത്യത, മറ്റൊന്ന് വരും കാല നിത്യത. പൂർവകാല നിത്യതയ്ക്ക് ആദിയില്ല, പക്ഷെ ഒരു അന്തമുണ്ട്.
വരും കാല നിത്യതയ്ക്ക് അന്തമില്ല, പക്ഷെ ഒരു തുടക്കമുണ്ട്. ഈ പൂർവകാല നിത്യതയുടെ ഒടുക്കത്തിനും വരും കാല നിത്യതയുടെ തുടക്കത്തിനും ഇടയിലുള്ള ഒരു ബ്രാക്കറ്റ് പീരീഡ് ആണ് നാം ഇന്ന് കാലമെന്ന് വിളിക്കുന്ന സമയം. സ്തോത്രം. എന്നാൽ എത്രയും പെട്ടെന്ന് ഈ കാലവും കൂടെ തീരും. അതുകൊണ്ട് നാം പാടാറുള്ളത് കാലമെല്ലാം കഴിയും. ഇങ്ങനെ സ്തോത്രം, അളക്കുവാൻ കഴിയാത്ത അപരിമിതമായ സനാതനത്വത്തിനകത്ത് നിന്നവൻ നമുക്ക് മാതൃകയാകേണ്ടതിന് കാലത്തികവിങ്കൽ കാലത്തിനകത്ത് തന്നെ പരിമിതപ്പെടുത്തി അവൻ ഉപേക്ഷിച്ചത് ഓർക്കണേ. ഹല്ലേലൂയ, സ്തോത്രം. ദൂതന്മാരുടെ സേവ അവൻ വിട്ടു. നാം പാടാറുണ്ടല്ലോ, ലക്ഷോപലക്ഷം ദൂതർ സേവിതനിത. അതെ, അന്നും ലക്ഷോപലക്ഷം ദൂതന്മാരാൽ സേവിക്കപ്പെട്ടിരുന്നവൻ ദൂത സേവ വിട്ടിട്ടാണ് സൃഷ്ടികളുടെ മനുഷ്യരുടെ നിന്ദാപാത്രമാകുവാൻ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നത്. ശ്രദ്ധിക്കണേ പ്രിയരെ, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നാം ഓർത്തുകൊള്ളണം. ഇന്ന് തന്നെ നമ്മോട് എത്ര പ്രാവശ്യം ദൈവദാസന്മാർ പറഞ്ഞു, മുമ്പിലുള്ള കസേര ഒന്ന് നിറഞ്ഞിരിക്കാൻ, പുറത്തുനിന്ന് അകത്തേക്കൊന്ന് കയറിയിരിക്കാൻ, പുറകിൽ നിന്ന് മുൻപോട്ടൊന്ന് കയറിയിരിക്കാൻ. എന്നിട്ടും ഒരു നഷ്ടവും നമുക്കില്ല. മുമ്പിലത്തെ കസേരയ്ക്കും പുറത്തെ കസേരയ്ക്കും ഒരേ മാന്യതയാ. എന്നിട്ടും രണ്ട് ചുവട് നിൽക്കുന്നിടത്ത് നിന്നും മുമ്പോട്ടൊന്ന് മാറിയിരിക്കുക എന്റെയും നിങ്ങളുടെയും അഭിമാനം നമ്മെ സമ്മതിക്കുന്നില്ല. നാം ആരാ? ഇയ്യോബ് 4:19 അനുസരിച്ച് പൊടിയിൽ നിന്നും ഉത്ഭവിച്ചവൻ, മൺപുരകളിൽ പാർക്കുന്നവൻ, പുഴു പോലെ ചതഞ്ഞു പോകുന്നവൻ. ആവർത്തിക്കുന്നു, പൊടി മനുഷ്യന് കൊടുക്കാവുന്ന നല്ല നിർവചനമാണ്. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത പുഴു പോലെ ചതഞ്ഞു പോകുന്ന മനുഷ്യരായ നമുക്ക് നാം ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഒരു കസേര മുമ്പോട്ട് മാറിയിരിക്കുക പ്രയാസമാണെങ്കിൽ ആ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആമേൻ. ദൂതസേവിതനായിരുന്ന, സനാതനായിരുന്ന, ആമേൻ, നിത്യനായിരുന്ന, ഓ ഹല്ലേലൂയ, മഹിമാവാനായിരുന്ന എന്റെ യേശു അതെല്ലാം വിട്ടിട്ട് ഈ തവണ ഭൂമിയിലേക്ക് വന്നു. എനിക്കും നിങ്ങൾക്കും മാതൃകയാണ്. എനിക്കും നിങ്ങൾക്കും ആ യേശു മാതൃകയാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ കഴിഞ്ഞിടയ്ക്ക് ബോളിവുഡിലെ രാജാവായ അമിതാഭ് ബച്ചന്റെ വിശ്വസുന്ദരിയായ ഐശ്വര്യ റായ്ക്ക് ഒരു കുട്ടി ജനിച്ചു. മീഡിയ മുഴുവനും ഫുൾ കവറേജാ കൊടുത്തത്. ഒക്കെ കൊടുത്തെങ്കിലും ആ കുട്ടി ജനിച്ചപ്പോൾ എന്തോ വസ്ത്രമാ ധരിപ്പിച്ചതെന്ന് ആരും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ അങ്ങ് ഇംഗ്ലീഷ് രാജ്യത്തെ രാജകുമാരനും പിറന്നു ഒരു കുട്ടി. അതിനെക്കുറിച്ച് മീഡിയ മുഴുവനും കവറേജ് കൊടുത്തു. അവരും പറഞ്ഞില്ല, കുട്ടി ജനിച്ചതേ പറഞ്ഞുള്ളൂ, ജനിച്ചു കഴിഞ്ഞതിനെ ഉടുപ്പിച്ച കാര്യം പറഞ്ഞില്ല. എന്നാൽ മാനവ ചരിത്രത്തിൽ ഒരു നവജാത ശിശുവിന്റെ വസ്ത്രത്തെ കുറിച്ച് 2 വാക്യങ്ങളിലെങ്കിലും പരാമർശമുണ്ട്. ലൂക്കോസ് 2:7-12 വാക്യങ്ങളിൽ ആമേൻ, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ ഇടമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ട ശിശു. അതെന്താ? രാജകുമാരനും ലോകസുന്ദരിയുടെ കുട്ടിയുമൊക്കെ ജനിച്ചപ്പോൾ ശീലയുക്തിയല്ലേ അവരെ കിടത്തിയത്? അതെ. എന്നിട്ട് അത് കോമൺ, അത് സാധാരണമാ. അതുകൊണ്ടാണ് ഒരു മീഡിയയും അതേക്കുറിച്ച് പറയാഞ്ഞത്. എന്നാൽ ഒരു തച്ചന്റെ കുട്ടിയായി പിറന്ന, ജനിക്കുവാൻ ഒരിടമില്ലാതെ വഴിയിലെവിടെയോ ജനിച്ചിട്ട് പശുത്തൊട്ടിയിൽ കിടന്ന ഒരു കുട്ടിയുടെ വസ്ത്രത്തെ കുറിച്ച് പരാമർശമുണ്ട്. കാരണം ഈ ശിശു ഇതല്ല ഉടുത്തിരുന്നത്. ഈ ശിശു ഉടുത്തിരുന്ന വസ്ത്രം വേറെയാ. ഈ കുട്ടിയുടെ വസ്ത്രം വേറെയാ. 104-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങളുണ്ട് ഈ കുട്ടിയുടെ ത്രിവിധമായ വസ്ത്രത്തെ കുറിച്ച്. ആമേൻ. ഇവൻ തേജസ്സും മഹത്വവും പ്രകാശവും ഉടുത്തിരുന്നവനാ. ശുഡാരാജാലക ശബ്ദലാദര ശുഡവലദുരാജലാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്തുകൂടാത്ത വെളിച്ചത്തെ വസ്ത്രം പോലെ വാരിച്ചുറ്റിയ തേജോമയനായവൻ
എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിൽ വന്നപ്പോൾ നമ്മുടെ കുട്ടികളെ പോലെ ശീലയിൽ ചുറ്റിക്കിടത്തപ്പെട്ടു. ഹല്ലേലൂയ. ഈ യേശുവിന്റെ ഭാവമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. ഈ യേശുവിന്റെ ഭാവമാണ് നമുക്ക് വേണ്ടത്. ഈ യേശുവിന്റെ ഭാവമാണ് നമുക്ക് വേണ്ടത്. ഈ താഴ്മയാണ് നമുക്ക് വേണ്ടത്. സ്തോത്രം. മുൻകാലത്ത് ഭക്തന്മാര് രണ്ട് പാപങ്ങളെ തന്തപ്പാപങ്ങൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റ് സകല പാപങ്ങൾക്കും ജന്മം കൊടുക്കുന്ന തന്തപ്പാപം. ഒന്ന് നിഗളം, രണ്ട് ദ്രവ്യാഗ്രഹം, പ്രൈഡ് ആൻഡ് ഗ്രീഡ്. ഈ രണ്ട് പാപങ്ങൾ, സ്തോത്രം, അതിന് നേരെ വിരുദ്ധമായിട്ടാണ് എന്റെ യേശു പിറന്ന് മാതൃക കാട്ടിയത്. ആമീൻ. അവൻ താഴ്മ ധരിച്ചു. ആമീൻ. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും. ഇന്ന് രാത്രിയിൽ സമയം അതിക്രമിച്ചോ, ഞാൻ ഇവിടെ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ യേശുവിന്റെ ഭാവം ആയുധമായി ധരിപ്പാൻ നാം ഒരുക്കമാണോ? സ്തോത്രം. നാം അവന്റെ കാൽച്ചുവടുകളെ പിൻഗമിക്കുവാൻ അവൻ നമുക്ക് നല്ല ഒരു മാതൃക വെച്ചു പോയിരിക്കുകയാ. നാം, സ്തോത്രം, കൊതി കൊണ്ടെങ്കിലും ആയിപ്പോകട്ടെന്ന് കരുതി മുമ്പേ കഥാനാസൻ ഓർപ്പിച്ചു. 2 പത്രോസ് 1:4 വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെയും അവൻ നമുക്ക് തന്നിരിക്കുകയാ. എന്തുകൊണ്ട്? നാം ക്രിസ്തുയേശുവിന്റെ ഭാവം ഉള്ളവരാകണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ഭാവമുള്ളവരായി നാം തീരുവാനുള്ള പല കാരണങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കാരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. നമുക്കൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. എന്താ നമ്മുടെ സാധ്യത? സ്തോത്രം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മുന്തിയ ഇനം വണ്ടി കിട്ടുമെന്നാണോ? വിദേശയാത്ര ലഭിക്കുമെന്നാണോ? അതോ, സ്തോത്രം, വിദേശത്തേക്ക് നമുക്കൊരു കുടിപ്പാർപ്പ് കിട്ടുമെന്നാണോ? അല്ല. എനിക്കും നിങ്ങൾക്കും അവൻ നൽകിയിട്ടുള്ള വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തമാണ്. സ്തോത്രം. 1 യോഹന്നാൻ 3:2 അവിടെ പറയുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാണ്. പക്ഷേ എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവിടെ പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തേജോമയനായ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനുള്ള സാധ്യതയാണ് ഈ തിരുവഴുത്ത് യേശുക്രിസ്തുവിൽ കൂടെ എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. സ്തോത്രം. നാം ആരാകാനുള്ളവരാ? നാം ഇന്ത്യയിൽ നിന്നും കുടിയേറി പോകുന്ന കാര്യം വിട്. നാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലത് പ്രാപിക്കുന്ന കാര്യം വിട്. നമ്മെ പാർലമെന്റിൽ കൊണ്ടെത്തിക്കുന്ന വിഷയം വിട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളിനെ രാഷ്ട്രപതിയാക്കുന്ന കാര്യം വിട്. പക്ഷേ അതൊന്നും ലഭിച്ചില്ലെങ്കിലും, സ്തോത്രം, എന്റെ ദേഹം ഇങ്ങനെ രോഗാതുരമായി ക്ഷയിച്ചു പോയാലും എനിക്കുള്ള സാധ്യത തിരുവഴുത്താക്ക വിട്ടു പറയുന്നു. തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ തേജോമയ രൂപത്തോട് അനുരൂപയാകുവാനുള്ള സാധ്യതയാണ് ഒരുപക്ഷെ നിരക്ഷരകുക്ഷിയായ, സൗന്ദര്യമില്ലാത്ത, വിദ്യാഭ്യാസം കുറവുള്ള, കാശില്ലാത്ത, 2 വാക്ക് ചൊവ്വെ പറയാനറിയാത്ത എനിക്ക് നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നത്. എന്നിട്ട് 3:3 യോഹന്നാൻ പറയുക, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. പ്രിയരെ, നമുക്കുള്ള സാധ്യത തേജസ്കരിക്കപ്പെട്ട യേശുവിനെ പോലെയാകുകയാ. എന്താ അതിന് പോംവഴി? കാര്യം വളരെ എളുപ്പമാണ്. ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, സാധ്യതയുണ്ട്, പക്ഷെ എങ്ങനെയാ അത് പറ്റുക? കർത്താവ് പറഞ്ഞ പോലെ കാര്യം എളുപ്പമാണ്. അതെന്താ? അപ്പോഴാ പറഞ്ഞത്, യേശുവിന്റെ 3 അവസ്ഥാന്തരങ്ങളുണ്ട്. 1 പൂർവാസ്തിക്യനായ യേശു, 2 ജഡമെടുത്ത മനുഷ്യനായ യേശു, 3 തേജസ്കരിക്കപ്പെട്ട യേശു. ദ പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റ്, ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ് ആൻഡ് ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. അതിൽ സാധ്യത എന്താണ്? തേജസ്കരിക്കപ്പെട്ട യേശുവിനോട് അനുരൂപനാകുക. അതിനുള്ള പോംവഴി എന്താ? കർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല, ഭൂമിയിൽ ജനിച്ച് ജീവിച്ച എന്നെ പോലെ നീ ഭൂമിയിൽ ജീവിച്ചാൽ
ഞാൻ ഇന്ന് മഹത്വത്തിൽ ജീവിക്കുന്നത് പോലെ നിനക്കും മഹത്വം പ്രാപിക്കാം. കാര്യം എളുപ്പമാ, ഒറ്റ സെന്റൻസിൽ കാര്യം തീർന്നു. തേജസ്കരിക്കപ്പെട്ട യേശുവിനോട് അനുരൂപരാകുവാൻ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്ന ദൈവജനമേ, അതിന് ഞാനും നിങ്ങളും അനുഷ്ഠിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഭൂമിയിൽ കന്യകയുടെ മകനായി ജനിച്ച് ജീവിച്ച, കോടതിയിൽ വിസ്തരിക്കപ്പെട്ടിട്ടും യാതൊരു കുറ്റവും കണ്ടെത്താത്ത മശിഹയെ പോലെ യേശുവിന്റെ സ്വഭാവം ഉള്ളിലുള്ളവരായി, യേശുവിന്റെ വ്യവഹാരം തമ്മിലുള്ളവരായി ഞാനും നിങ്ങളും ജീവിച്ചാൽ എനിക്കും നിങ്ങൾക്കും ആ വാഗ്ദത്തം അവകാശമാക്കാം. ഇന്ന് രാത്രിയിൽ നാം അതിന് തയ്യാറാണോ? ഈ രാത്രി നാം അതിന് തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിലെ ബാക്കി പല ഭാഗങ്ങളും മറ്റു ദിവസങ്ങളിൽ മറ്റു ദേവദാസന്മാർ നിങ്ങളോട് പറയും. ഇന്ന് രാത്രി നാം കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മെ നമുക്കൊന്ന് സമർപ്പിക്കാം. യേശുവേ, നീ ചെയ്തതുപോലെ അത്ഭുതം ചെയ്തില്ലെങ്കിലും, മരിച്ചവരെ ഉയർപ്പിച്ചില്ലെങ്കിലും, നീ ചെയ്തതുപോലെ ഞാൻ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും, നീ നടന്നതുപോലെ ഒന്ന് നടക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. നിന്റെ കാൽ ചുവടുകളിൽ എന്റെ ചുവടുകൾ വയ്ക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ഇന്ന് രാത്രിയിൽ ആര് തീരുമാനിക്കും? അങ്ങനെയുള്ളവർ അവരുടെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഡാരഗ ശംദരാദര എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഐക്യതയോടും സ്നേഹത്തോടും ദൈവസഭയിൽ ഞാൻ ഇടപെടുമെന്നും അവൻ ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം കെട്ടിപ്പിടിക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമല്ല, ഉപേക്ഷണത്തിന്റെ വർജനത്തിന്റെ മാർഗം ഞാൻ ആചരിക്കുമെന്നും അവൻ ഉറച്ചു തീരുമാനിക്കുവാൻ കഴിവുള്ളവർ ഒരു നിമിഷം മുൻപോട്ട് വരുമോ? നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗ്ലോറി ശുഡവലവധുരാജല. അത് സുവിശേഷ വേലയ്ക്കുമുള്ള ആഹ്വാനമായി നാം ഏറ്റെടുക്കട്ടെ. ഇന്നാളുകളിൽ യേശു ക്രിസ്തുവിന്റെ ഭാവം ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ തേജസ്കരിക്കപ്പെട്ട യേശുവിനോട് അനുരൂപരാകുവാനുള്ള സാധ്യത ദൈവം നമുക്ക് മുൻപിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ. മനുഷ്യനായ യേശു ജീവിച്ചതുപോലെ, മനുഷ്യനായ യേശു ക്ഷമിച്ചതുപോലെ, മനുഷ്യനായ ഈ യേശു കൊടുത്തതുപോലെ, മനുഷ്യനായ ഈ യേശു ആമേൻ ദയ കാണിച്ചതുപോലെ, മനുഷ്യനായ ഈ യേശു കർത്താവിന് വേണ്ടി, പിതാവിന് വേണ്ടി തീഷ്ണതയോടെ നിന്നതുപോലെ നിൽക്കുവാൻ നമുക്കിന്ന് പകൽ ഈ രാത്രിയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിലും മുൻപോട്ട് വന്നാട്ടെ. ഒരു ഗാനത്തിന് ഇരടികൾ കൊയർ പാടുമ്പോൾ സമർപ്പണത്തിന്റെ ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ. അവൻ തന്റെ ജനം അവരോട് കൂടെ വസിക്കും, കണ്ണീരല്ല തുടച്ചിടുന്ന. അവൻ തന്റെ ജനം അവരോട് കൂടെ വസിക്കും, കണ്ണീരല്ല തുടച്ചിടുന്ന.